ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ യെസ്റ്റർഡേ? അവൻ വളരെ കോൺഫിഡൻസോട് കൂടി പറഞ്ഞു, യെസ്റ്റർഡേ ഐ ഗോ ടു ടൗൺ, ഈറ്റ് ഫുഡ് ആൻഡ് സീ മൈ ഫ്രണ്ട്. ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചിരിച്ചു. കാരണം ഇംഗ്ലീഷ് തെറ്റായിരുന്നില്ല, പക്ഷേ അവൻ പറയുന്ന വെർബ് ഫോംസ് തെറ്റായിരുന്നു. ഗോ അല്ല വേണ്ടത്, വെൻറ്റ്. ഈറ്റ് അല്ല, എയ്റ്റ്. സീ അല്ല, സോ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഈ തെറ്റ് നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. നമുക്ക് ടെൻസസുകളിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏത് വെർബ് ഫോമാണ് ഏത് ടെൻസിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇവിടെ ഞാനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെർബിൻ്റെ 3 ഫോംസും കൊടുത്തിട്ടുണ്ട്. ഈ 3 ഫോമും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ ടെൻസസിലും ഈ ഫോംസ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഒന്നുകിൽ ഈ വെർബ് ഫോംസ് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഈ V1, V2, V3 അല്ലെങ്കിൽ വെർബിൻ്റെ ഈ ഡിഫറെൻറ്റ് ഫോംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. V1 എന്ന് വെച്ചാൽ ബേസ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോം. ഇത് ഇപ്പോഴുള്ള പ്രവൃത്തിയെ കാണിക്കാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് പ്രസൻറ്റ് ടെൻസിലാണ് ഈ വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഞാൻ ദിവസം സ്കൂളിൽ പോകുന്നു. നമ്മൾ എന്ത് പറയും? ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. അവൾ ഭക്ഷണം കഴിക്കുന്നു. എന്ത് പറയും നമ്മൾ? ഷീ ഈറ്റ്സ് ഫുഡ്. ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, ശീലങ്ങൾ, അതുപോലെ എപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറയുവാനാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. അവർ ഫുട്ബോൾ കളിക്കുന്നു. ദേ പ്ലേ ഫുട്ബോൾ. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. വി സ്പീക്ക് ഇംഗ്ലീഷ്. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ഇവിടെയെല്ലാം വെർബിൻ്റെ ഫസ്റ്റ് ഫോമായ പ്ലേ, സ്പീക്ക്, ഫ്ലൈ എന്നിങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു. ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതിൻ്റെ സെൻറ്റൻസുകൾ കമൻറ്റിൽ എഴുതുമല്ലോ. വെർബിൻ്റെ സെക്കൻഡ് ഫോം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇത് പാസ്റ്റ് ഫോമാണ്. അതായത് ഇന്നലെ, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വർഷം തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് ഫോമായ വെർബ് ടു ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കും. വെർബ് 3 എന്ന് വെച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ പറയും. ഇത് ഉപയോഗിക്കുന്നത് ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയുള്ള സെൻറ്റൻസിൻ്റെ കൂടെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇന്നത്തെ നിങ്ങൾക്കുള്ള ചാലഞ്ചാണ് ഇത്. ഈ പിക്ചറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാണുന്നത് എന്നുള്ളത് ഒരു 5 മുതൽ 10 സെൻറ്റൻസോളം നിങ്ങൾ കമൻറ്റിൽ ഉത്തരമായിട്ട് എഴുതുമല്ലോ. ഇതുവഴിക്ക് നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാം, ഫ്ലുവൻസി കൂട്ടാം, നിങ്ങളുടെ സ്പീക്കിംഗ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ആൻസേഴ്സ്, അതായത് സെൻറ്റൻസുകൾ കമൻറ്റിൽ എഴുതുമല്ലോ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ കഴിയുകയാണ്. നിങ്ങളെല്ലാവരും വെർബ് ഫോംസ് പ്രത്യേകമായിട്ട് പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ തയ്യാറാക്കാനുള്ള പ്രചോദനമാണ്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അങ്ങനെ പുതിയ ക്ലാസ്സുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.